ഒരു ട്രക്ക് ഡ്രൈവറായ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡ്യൂട്ടി എപ്പോൾ തുടങ്ങണമെന്ന് എനിക്ക് തീരുമാനിക്കാം. അപ്പം നിങ്ങൾ ഓർക്കും അതെന്താ അങ്ങനെയെന്ന്. ഇവിടെ മെയിനായിട്ട് ലോഡ് എത്ര ടൈമിംഗ് ആണ് നോക്കണേ. സോ അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഷിഫ്റ്റ് പ്ലാൻ ചെയ്യാം. സാധാരണ ഞാൻ എൻ്റെ ഷിഫ്റ്റ് തുടങ്ങാറ് വെളുപ്പിന് 5 മണിക്കാണ്. അപ്പോൾ അതിനുവേണ്ടി മിനിമം ഞാൻ 4 മണിക്കെങ്കിലും എണീറ്റ് റെഡിയായി ഇറങ്ങേണ്ടി വരും. കാരണം നിയർലി 1 അവർ ഡ്രൈവ് ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് വർക്ക് പ്ലേസിലേക്ക്. ആസ് എ ഇയർലി പേഴ്സൺ എന്ന നിലയിൽ എൻ്റെ ഒരു ഡേയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഇയർലി ഡ്രൈവിംഗ്. സംടൈംസ് എനിക്ക് തോന്നും ഞാൻ ഏതോ സഫാരി പാർക്കിലൂടെ ഡ്രൈവ് ചെയ്ത് പോകണമെന്ന്. അതെന്താണെന്നല്ലേ, ആനമയിൽ ഒട്ടകമെന്ന് വേണ്ട, യുകെ കാണാവുന്ന ഓൾമോസ്റ്റ് ജീവികളെല്ലാം വന്നിട്ട് രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ട് പോകുന്ന ഒരു ചെറിയ കുഞ്ഞു മാന ഏ ഏ ഏ ഏ ഏ ഏ അങ്ങനെ കമ്പനി ചെന്ന് നമ്മുടെ ക്യാബിൻ തുറക്കുമ്പോൾ എൻ്റെ പേരുള്ള യൂണിഫോം അവിടെ അലക്കി മടക്കി വെച്ചിട്ടുണ്ടാവും. ഇനി അതങ്ങോട്ട് എടുത്തിട്ട് ഐശ്വര്യമായിട്ട് ഷിഫ്റ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ലോഡിങ്ങോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് വർക്ക്ഷോപ്പ് ഡ്യൂട്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ വണ്ടി കൊണ്ടേ വർക്ക്ഷോപ്പിൽ ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പാണ്. അങ്ങനെ വർക്ക്ഷോപ്പിൽ ചെന്ന് ആദ്യം ഒരു ചായ എടുത്താൽ കുടിച്ചു. അങ്ങനെ പേരറിയാതെ ഏതോ മാഗസീൻ എടുത്ത് കുറേ നേരം ഞാൻ പടം നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ ഞാൻ ഒരു ബർഗർ എടുത്ത് കഴിച്ചു. വീണ്ടും മാഗസീൻ. വീണ്ടും ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പ്രകൃതിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. അങ്ങനെ ഇരുന്നും കിടന്ന് നിന്നൊക്കെ ഞാൻ ഒരുപാട് ആലോചിച്ചു. ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനം അങ്ങനെ മാക്സിൽ തന്നെ മാക്സ് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. അങ്ങനെ ആലോചിച്ച് വൈകിട്ട് 5 മണിയപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് ആളുകൾ എന്ന് പറഞ്ഞു വണ്ടി ഇന്ന് കിട്ടൂല. അത് ഞാൻ കമ്പനി ഇൻഫോം ചെയ്തപ്പോൾ കമ്പനിയിൽ നിന്ന് എന്നെ പിക്ക് ചെയ്യാനുള്ള വണ്ടി വന്നു. ഇപ്പോൾ നിങ്ങൾ ഒരു എന്തൊരു മനോഹരമായ ഷിഫ്റ്റ്. പക്ഷേ എല്ലാ ദിവസവും ഷിഫ്റ്റ് ഇങ്ങനെയല്ല, അന്ന് ഇടയ്ക്ക് ഇങ്ങനത്തെ ഷിഫ്റ്റ് വരാറുണ്ട്. അങ്ങനെ ഇതുപോലത്തെ ഷിഫ്റ്റ് എന്നും ഉണ്ടാവണേ എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ തിരിച്ച് കമ്പനി ചെന്ന് എൻ്റെ വണ്ടി എടുത്ത് ഞാൻ വീട്ടിൽ പോന്നു.